നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. വിജയനും VSും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒരുമിച്ച് മത്സരിക്കുന്ന കാര്യത്തിൽ CPM-PB നിലപാട് ഇന്ന്. ഇരു നേതാക്കളും ഒന്നിച്ച് മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് പോളിറ്റ് ബ്യൂറോയിൽ പൊതു അഭിപ്രായമെന്ന് സൂചന. പിണറായിയും കോടിയേരിയുമായി ഡൽഹിയിൽ ഇന്ന് കേന്ദ്ര നേതാക്കളുടെ കൂടിക്കാഴ്ച. VS മത്സരിക്കുന്നതിനെ കാരാട്ട് പക്ഷം അനുകൂലിക്കുന്നില്ലെങ്കിലും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ അദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിച്ചേക്കുമെന്ന് ആശങ്ക. രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ പ്രചരണത്തിന് ആര് നായകത്വം വഹിക്കുമെന്നതും ചർച്ചാ വിഷയം. പ്രധാന നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന ഘടകത്തിന് വിടാൻ കൂടുതൽ സാധ്യത. തർക്കമുണ്ടാകുന്നെങ്കിൽ അപ്പോൾ ഇടപെടാമെന്ന നിലപാടായിരിക്കും PB ഇന്ന് സ്വീകരിക്കുക എന്നും റിപ്പോർട്ട്. മുഖ്യന്റെ വിവാദ സമ്മാനം. ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള വിവാദ നിയമനം ക്യാബിനറ്റ് റാങ്കോടെ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തോംസൺ വിരമിക്കുന്നത് തിങ്കളാഴ്ച. പകരം ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറി PK മൊഹന്തിക്ക്. കലഹത്തിന്റെ കാവിക്കൊടി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കങ്ങളിൽ ഇരുമുന്നണികളിലും പിരിമുറുക്കമേറുമ്പോൾ BJPയിലും കലഹമെന്ന് റിപ്പോർട്ട്. കൃഷ്ണദാസ് മുരളീധര പക്ഷങ്ങളുടെ ചേരിപ്പോരിന് പരിഹാരം തേടി കേന്ദ്ര നേതാക്കൾ സംസ്ഥാനത്തേക്ക്. നിർണായക കോർ കമ്മിറ്റി യോഗം മാർച്ച് 2-ന് തലസ്ഥാനത്ത്. പാർട്ടിയിൽ ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നത് 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ. തിരുവനന്തപുരം, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, പാലക്കാട്, മഞ്ചേശ്വരം സീറ്റുകൾ കീറാമുട്ടിയാകും. കേന്ദ്ര ഇടപെടൽ. നേരത്തെ തൃശൂരിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ചേരിപ്പോര് കടുത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് PP മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കൃഷ്ണദാസ് പക്ഷത്തിന്റെ വാദം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ മുരളീധര വിഭാഗം. തിരുവനന്തപുരം സീറ്റ് സംബന്ധിച്ച തർക്കം സംസ്ഥാനത്ത് BJPയുടെ സാധ്യതകളെ പിന്നോട്ടടിക്കുമെന്ന ആശങ്കയിൽ കേന്ദ്ര ഘടകം. കാൽപന്തിന്റെ കടിഞ്ഞാൺ. ഫിഫ തലപ്പത്ത് ഇൻഫന്റിനോ. ലോകം കാത്തിരുന്ന മത്സരത്തിനൊടുവിൽ രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ജിയാനി ഇൻഫന്റിനോ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നലെ അർദ്ധരാത്രി. വോട്ടെടുപ്പിൽ ഏഷ്യൻ പ്രതിനിധിയായ ഷെയ്ഖ് സൽമാന് 2ാം സ്ഥാനം. ഫിഫ ആസ്ഥാനമായ സൂറിക്കിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ആദ്യഘട്ടത്തിനു ശേഷം 2ാം റൌണ്ടിൽ ഇൻഫന്റിനോ നേടിയത് 115 വോട്ടുകൾ. യൂറോപ്യൻ പ്രതിനിധിയായ ഇൻഫന്റിനോയ്ക്ക് പിന്നിൽ ഷെയ്ഖ് സൽമാന് 68 വോട്ട്. ഫിഫ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഗുരുതരമായ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് സെപ്പ് ബ്ലാറ്റർ അധ്യക്ഷ സ്ഥാനം രാജിവച്ചതിനെ തുടർന്ന് സ്വിറ്റ്സർലൻഡുകാരനായ ഇൻഫന്റിനോയുടെ കൈകളിലേക്ക് ലോക കാൽപന്തിന്റെ കടിഞ്ഞാണെത്തുന്നത് 45ാം വയസ്സിൽ. വീണ്ടും ഇടുക്കി ഗോൾഡ്. തർക്കം രൂക്ഷമാകുന്ന കേരള കോൺഗ്രസിൽ അസംതൃപ്തരായ ജോസഫ് വിഭാഗം LDFുമായി കൂട്ടുചേർന്ന് ഇടുക്കി മോഡൽ മത്സരത്തിലേക്ക്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ ഇടുക്കിയിൽ കർഷക മുന്നണിയുടെ പേരിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് സൂചന. ജോസഫ് വിഭാഗം അധികമായി ചോദിച്ച 2 സീറ്റ് കിട്ടാൻ ഇടയില്ലാത്ത സാഹചര്യത്തിൽ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പിളർപ്പിന് തന്നെ നീക്കം. കടുത്ത നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ കാത്തിരിക്കുന്നത് CPM പിന്തുണ സംബന്ധിച്ച അനുകൂല നിലപാട്. വിമത നേതാക്കളുടെ കരുനീക്കം. പഴയ ജോസഫ് വിഭാഗം പ്രത്യേക ഘടകകക്ഷിയായി നിലനിൽക്കണമെന്ന ആവശ്യത്തെ PJ ജോസഫ് പിന്തുണയ്ക്കാത്ത സാഹചര്യത്തിൽ ഇടുക്കിക്ക് പുറമെ മത്സരത്തിന് നോട്ടമിടുന്നത് ചങ്ങനാശ്ശേരി, മൂവാറ്റുപുഴ സീറ്റുകൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.